Dear students, welcome to another class of marketing management. Today we are going to discuss stages or steps in new product development. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേജസിലൂടെ പോയിട്ടാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ the first stage in a new product development is idea generation. അപ്പോൾ നമുക്കറിയാം ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇത് ആരുടെയെങ്കിലുമൊക്കെ ബുദ്ധിയിൽ വന്നിട്ടുള്ള ഒരു ആശയത്തെയാണ് നമ്മൾ കാണുന്ന ഒരു ഫൈനൽ, ആ ഒരു ആശയത്തിൻ്റെ ഒരു ഫൈനൽ രൂപമാണ്, ഒരു ടാൻജിബിൾ ഫോമാണ് ആ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇത് ആരുടെയെങ്കിലുമൊക്കെ ഒരു ഐഡിയയുടെ എൻഡ് റിസൾട്ട് ആയിരിക്കും. സോ ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത് പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് അല്ലേ. എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് ഐഡിയാസ്, ആശയങ്ങളുടെ അന്വേഷണത്തിലൂടെയാണ്. The new product development process begins with a search for ideas. It is a continuous and systematic search for new product opportunities. അപ്പോൾ ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അന്വേഷണമാണ്, പുതിയ പ്രൊഡക്റ്റിനുള്ള അവസരങ്ങളുടെ അന്വേഷണമാണ് ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത്. The management encourages as many ideas as possible from various sources. അപ്പോൾ ഏത് മാനേജ്മെൻ്റ് ആണെങ്കിലും അവരെപ്പോഴും ചെയ്യുന്ന കാര്യം എത്രത്തോളം ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യത്തെ മാക്സിമം അവർ എൻകറേജ് ചെയ്യിക്കും. അപ്പോൾ ഐഡിയ നമുക്കറിയാം, ദ ഐഡിയ ജനറേറ്റഡ് ഷുഡ് ബി കേപ്പബിൾ ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആശയം ജനറേറ്റ് ചെയ്താൽ പോരാ, അവർ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ആശയത്തിന് എത്രത്തോളം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നതായിരിക്കണം ഇവർ ജനറേറ്റ് ചെയ്യുന്ന ഓരോ ആശയങ്ങളും. Idea for a new product mainly come from two sources, that is internal sources and external sources. അപ്പോൾ ആശയങ്ങൾ പ്രധാനമായും ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സസിലൂടെയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന പല ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസുകളുണ്ട്. അത്തരത്തിലുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ്, ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അപ്പോൾ ഇത്തരത്തിലുള്ള സെഷനുകളിലൂടെയൊക്കെയാണ് ആശയങ്ങൾ, ഇതിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും, ആശയങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് മെയിൻ സോഴ്സസ് എന്ന് നോക്കാം നമുക്ക്. ദ സോഴ്സസ് ഓഫ് ന്യൂ ഐഡിയാസ് നമ്മൾ പറഞ്ഞു, ഇൻറ്റേർണൽ സോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ദീസ് ആർ ഇൻ കമ്പനി സോഴ്സസ് ഓഫ് പ്രൊഡക്റ്റ് ഐഡിയ ജനറേഷൻ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 4 തരത്തിലുള്ള സോഴ്സസുകളാണുള്ളത്. ഇൻറ്റേർണലി നമ്മൾ പറഞ്ഞു ഇൻ കമ്പനി സോഴ്സസ് ആണ് അല്ലേ, കമ്പനിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സസുകളാണ്. അപ്പോൾ ബേസിക് റിസർച്ച് ആണ് ഒന്നാമത്തെ ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ മാനുഫാക്ചറിങ്, അതുപോലെ സെയിൽസ് പീപ്പിൾ, ടോപ്പ് മാനേജ്മെൻറ്റ്, ഇവരിൽ നിന്നൊക്കെയാണ് ഒരു കമ്പനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും ഇത്തരത്തിലുള്ള പുതിയ പ്രൊഡക്റ്റിനുള്ള ആശയങ്ങൾ ലഭിക്കുന്നത്. ദെൻ എക്സ്റ്റേണൽ സോഴ്സസ്, നമുക്കറിയാം എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് സോഴ്സസ് ആണ്. ഔട്ട്സൈഡ് സോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെക്കൻഡറി സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ വരുന്നുണ്ട്, കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ട്, റീസെല്ലേഴ്സ് വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ദെൻ ഫോറിൻ മാർക്കറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സോ ദീസ് ആർ ദ മെയിൻ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഐഡിയാസ്. അപ്പോൾ ഐഡിയ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന, പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്, അതല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ആണ് ഐഡിയ ജനറേഷൻ എന്ന് പറയാൻ പറ്റും. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ പലതരത്തിലാണ് കമ്പനിക്ക് ആശയങ്ങൾ ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് ഐഡിയ സ്ക്രീനിങ്. സോ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഐഡിയ ഡെവലപ്പ് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ ആശയം നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അതിനുശേഷം ചെയ്യേണ്ടത്, എല്ലാ ആശയത്തെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഒരു ഫൈനൽ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലേ. നമ്മൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ തന്നെ കേസ് നിങ്ങൾക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചോയ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക, അതിൻ്റെ പല പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലസ് ഫീച്ചേഴ്സ് മൈനസ് ഫീച്ചേഴ്സ് എല്ലാം നോക്കി പല ബ്രാൻഡൊക്കെ കമ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ആശയവും കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് പുതിയ പ്രൊഡക്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനാണ് ഇത്രയും സ്റ്റേജസിലൂടെ ഇത് കടന്നു പോകുന്നത്. സോ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഐഡിയ സ്ക്രീനിങ്. ഈ ഐഡിയ സ്ക്രീനിങ്ങിൽ എന്താ ചെയ്യുന്നത്? സ്റ്റേജ് the idea generated from different sources are examined to select the good ideas and discard the bad one. അപ്പോൾ ഈ ഒരു സ്ക്രീനിങ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ആശയങ്ങളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലേ. അത്ര നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇത് സക്സസ് ആവില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ആശയങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ക്രീനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. The idea collected are scrutinized and evaluated to eliminate unsuitable ideas. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ അല്ല, ഒരു കമ്പനിക്ക് അനുയോജ്യമല്ല എന്ന് തോന്നുന്ന ആശയങ്ങളെ
ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്ത എല്ലാ ആശയങ്ങളും നമ്മൾ എന്ത് ചെയ്യും, സ്ക്രൂട്ടനൈസ് ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യും. ആ ഒരു സ്ക്രൂട്ടനിയുടെയും ഇവാലുവേഷൻ്റെയും ബേസിസിലാണ് നമ്മൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആശയങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്നത്. Only the profitable and promising ideas are selected for further investigation. അല്ലേ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ അത് നല്ലൊരു ആശയമാണ്, ഇത് മാർക്കറ്റിൽ എത്തിയാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലായിരിക്കും എന്നുള്ള ഒരു പ്രോമിസിങ് ഐഡിയാസ് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഐഡിയാസ് മാത്രമേ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടത്തിവിടുന്നുള്ളൂ. Screening ideas is a process of evaluating product idea to judge whether they match the company's objectives and policies. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സ്ക്രീനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആശയത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും കമ്പനിയുടെ പോളിസീസുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു ആശയമാണോ, ആണെങ്കിൽ ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അത് ഡ്രോപ്പ് ചെയ്യും. സോ ഈ ഒരു സ്ക്രീനിങ് നമ്മൾ ചെയ്യുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നത് സ്ക്രീനിങ്ങിൻ്റെ സമയത്ത്? മാർക്കറ്റ് സൈസ് എന്താണ്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് എന്താണ്, പോസിബിൾ പ്രോഫിറ്റ്, അതുപോലെ മാർക്കറ്റ് ഷെയർ, ആ ഒരു ഐഡിയ എത്രത്തോളം ഫിയസിബിൾ ആണ് ആ ഒരു ആശയം എന്നുള്ളത്, ലീഗൽ കൺസിഡറേഷൻസ്, ടെക്നിക്കൽ ഫിയസിബിലിറ്റി, അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ആ ഒരു ആശയവുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഐഡിയ സ്ക്രീനിങ്. നമ്മൾ ആ ജനറേറ്റ് ചെയ്ത ആശയത്തെ നമ്മൾ എക്സാമിൻ ചെയ്യുകയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ സ്ക്രൂട്ടിനി ചെയ്യുകയാണ്, ഇവാലുവേറ്റ് ചെയ്യുകയാണ്, അത് മുന്നോട്ട് പോകണോ എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി. Then the third one is business analysis. So during this business analysis, it is assessing the profitability of a new product idea that help the management deciding whether to introduce a new product, continue the development and evaluation further or drop the idea. ഒരു സ്റ്റേജിൽ ചെയ്യുന്ന ഒരു കാര്യം, ആ ഒരു ആശയത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ. വി ആർ അസസിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് ഐഡിയ. ആ ഒരു ആശയത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. ഈ ഒരു തീരുമാനത്തെ എത്രത്തോളം മാനേജ്മെൻറ്റിനെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് എങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യും, വെദർ ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് കണ്ടിന്യൂ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. ഇപ്പോൾ മുന്നോട്ട് ഇതുമായിട്ട് പോകണോ അതല്ലെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ബിസിനസ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഇവാലുവേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഐഡിയ ഇൻ ഡെപ്ത് ടു ഡിറ്റർമിൻ ഇറ്റ്സ് ഫിനാൻഷ്യൽ, കോമ്പറ്റീറ്റീവ്, മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് വയബിലിറ്റി ഇൻ ആൻ ആക്സെപ്റ്റഡ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒന്നും കൂടെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ ചെയ്യുകയാണ് നമ്മൾ. ഈ ഒരു ഇവാലുവേഷനെ മെയിൻലി ബേസ് ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ, കോമ്പറ്റീറ്റീവ്, മാർക്കറ്റിംഗ് ആൻഡ് മാനുഫാക്ചറിങ് വയബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഇപ്പം നിലവിലുള്ള ആ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ എത്രത്തോളം ഈ ഒരു ആശയവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഇവാലുവേഷനാണ് ബിസിനസ് അനാലിസിസിൽ ചെയ്യുന്നത്. സോ this analysis helps a manufacturer to determine whether the product can be produced and sold profitably. അപ്പോൾ ഇത് ഇത്രത്തോളം നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ലാഭകരമായിട്ട് ഇത് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അനാലിസിസ് ആണ്, എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി മാനുഫാക്ചററെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് ഈ ഒരു ബിസിനസ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ സിംപ്ലി നമുക്ക് പറയാം, ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഇവാലുവേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ഐഡിയ ഇൻവോൾവിംഗ് ഡിമാൻഡ് അനാലിസിസ്, കോസ്റ്റ് അനാലിസിസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. അപ്പോൾ ബിസിനസ് അനാലിസിസ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്? ഡിമാൻഡ്, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് ബിസിനസ് അനാലിസിസിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ തേർഡ് സ്റ്റെപ്പ്. Then the fourth one is concept testing. Fourth stage, a concept testing, it is concerned with the measuring the relation of customers' interest to the idea or concept of the product. It is an elaborated version of an idea. അല്ലെ, ഒരു ആശയത്തിൻ്റെ ഒന്നും കൂടെ ഒരു എക്സ്പാൻഡഡ് ഒരു ഇലാബറേറ്റഡ് വേർഷൻ ആണ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് മെഷറിംഗ് ദ റിലേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റ് ടു ദ ഐഡിയ ഓർ കോൺസെപ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആശയവുമായി എത്രത്തോളം കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നോക്കുന്നത്. ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഫോം ഓഫ് ആൻ ഐഡിയ which can be easily understood by the customers. അപ്പം കോൺസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമേഴ്സിന് എത്രത്തോളം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ദിസ് കോൺസെപ്റ്റ് ആർ പ്രസൻറ്റഡ് ടു ദ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ടു സ്റ്റഡി ദയർ റെസ്പോൺസസ്. അപ്പോൾ കോൺസെപ്റ്റ് ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കോൺസെപ്റ്റിനെ നമ്മൾ ആ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് പ്രസൻറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട്. So it enabled the firm to decide whether to go ahead with the concept or not. ഇല്ലേ, ഇത്തരത്തിൽ കസ്റ്റമർ
കസ്റ്റമേഴ്സിന് ആ ഒരു ആശയം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആശയവുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം ആ സ്ഥാപനത്തിന് തീരുമാനിക്കാനായിട്ട് സാധിക്കും അല്ലേ. അതിന് ആ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് മേ ബി മോഡിഫൈഡ് ഇഫ് നെസസറി ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെസ്പോൺസസ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ആശയത്തിൽ നമുക്ക് വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്പ് ദ ഫേം ടു സെലക്ട് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ കോൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് സെലക്ട് ചെയ്യുന്നതിന് കഴിയുന്നുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് നമ്മളെ ആശയം, നമ്മളെ കോൺസെപ്റ്റ് എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ട്, അപ്പോൾ അവരുടെ റെസ്പോൺസ് അറിയുന്നതിന് വേണ്ടി അവരിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് കോൺസെപ്റ്റിനെ, ആ ഒരു പ്രൊഡക്റ്റ് ഐഡിയയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴത്തേന് എന്തായി, ദ പ്രൊഡക്റ്റ് ഐഡിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ടാഞ്ചിബിൾ ഫിസിക്കൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേന് അത് ഒരു ടാഞ്ചിബിൾ ഫോമിലേക്ക് ആയിട്ടുണ്ട് ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് ഡിസൈൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ടെക്നിക്കലി ആൻഡ് കൊമേഴ്ഷ്യലി മെത്തേഡ് ഓഫ് മാനുഫാക്ചർ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു രൂപം കിട്ടി, അതെങ്ങനെയൊക്കെയാണ് അത് മാനുഫാക്ചർ ചെയ്യേണ്ടത്, അതിൻ്റെ കൊമേഴ്ഷ്യൽ ആൻഡ് ടെക്നിക്കൽ സൈഡൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്തു. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഐഡിയ ദാറ്റ് അപ്പിയേഴ്സ് സൗണ്ട് ഫ്രം ദ ബിസിനസ് പോയിന്റ് ഓഫ് view can now be turned over to the research and development department. ഇതിൽ ഈ ഒരു ആശയം സൗണ്ട് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഹാൻഡഡ് ഓവർ ടു ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ ദ പ്രൊഡക്റ്റ് ഈസ് ഷേപ്ഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് ഓഫ് ദ ബയേഴ്സ് അല്ലേ. നമുക്കറിയാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആവില്ല. ദെൻ ഇറ്റ് ഇൻക്ലൂഡ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ദ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, കളർ ആൻഡ് സൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ തീരുമാനിക്കുന്നത്. എന്തൊക്കെയാണ് ആ പ്രൊഡക്റ്റിൽ അതിൻ്റെ മെറ്റീരിയൽസ്, എന്താണ് നമ്മൾ അതിൻ്റെ എത്രത്തോളം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്, ഏത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്, ആ പ്രൊഡക്റ്റിൻ്റെ കളർ എന്തായിരിക്കണം, സൈസ് എന്തായിരിക്കണം, തുടങ്ങിയ തീരുമാനങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എടുക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ടെസ്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് ടെസ്റ്റ് സ്റ്റേജ്. ബിഫോർ മേക്കിംഗ് ദ പ്രൊഡക്റ്റ് ഇൻ എ ബിഗ് വേ ഇറ്റ് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ ഇൻ എ സെലക്ടഡ് മാർക്കറ്റ് ടു സ്റ്റഡി ദ റെസ്പോൺസസ് ഓഫ് ദി കസ്റ്റമേഴ്സ് അല്ലെ. കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് എന്താ എന്നുള്ളത് അറിയണം. അപ്പോൾ ഒരു ബിഗ് വേയിൽ അല്ലെങ്കിൽ ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ ആ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സെലക്ടഡ് മാർക്കറ്റിലേക്ക് ഒന്ന് ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കി കൊടുക്കും. ദെൻ ഇറ്റ് ഈസ് അൻ എക്സ്പെരിമെൻ്റൽ മാർക്കറ്റിംഗ് കണ്ടക്റ്റഡ് ടു സ്റ്റഡി ദ കൺസ്യൂമർ റെസ്പോൺസസ്. കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു എക്സ്പെരിമെൻ്റൽ മാർക്കറ്റിംഗ് ആണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റർക്ക് എന്തറിയാൻ പറ്റും, ഇവരുടെ റിയാക്ഷൻ എന്താണ്, അതിനനുസരിച്ച് ആ പ്രൊഡക്റ്റിന് ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു പുതിയ പ്രൊഡക്റ്റ് റീജിയണൽ വൈസ് അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ കൊണ്ടുവരുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം കസ്റ്റമേഴ്സിന് അവർക്ക് സ്വീകാര്യമാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. Okay, so the test marketing is the development process before the product is launched on a regional or a national level. Then it is defined as the introduction of a new product in a selected representative market on a limited scale with a view to study the responses of the consumers towards a product. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസ് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിമിറ്റഡ് സ്കെയിൽ, ചെറിയ അളവിൽ സെലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് മാർക്കറ്റിലേക്ക് ആ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് സിംപ്ലി നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റെപ്പ് അടങ്ങിയിട്ടുണ്ട്, ടെസ്റ്റ് മാർക്കറ്റ് ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യണം, ആ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ ഡിസൈഡ് ചെയ്യണം, കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസ് മെഷർ ചെയ്യണം, അത് അനലൈസ് ചെയ്യണം, അതുപോലെ ഈ ടെസ്റ്റിന് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസിന് അതിനനുസരിച്ചിട്ടുള്ള ഫർദർ ആക്ഷൻ നമ്മൾ എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റ് മാർക്കറ്റിങ്ങിൽ അടങ്ങിയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. Okay, then next the last stage is commercialization. So this is the last stage in the new product development process. A successful test marketing is followed by commercialization. So it refers to the introduction of the product in large scale in the target market. അപ്പോൾ ടെസ്റ്റ് മാർക്കറ്റിംഗ് നമ്മൾ അത് ചെയ്തു, അതിനെ ഫോളോ ചെയ്ത് വരുന്നതാണ് കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് മാർക്കറ്റിങ്ങിൽ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ്, നമ്മളൊരു പൈലറ്റ് സ്റ്റഡിയാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. ദെൻ ലാർജ് സ്കെയിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ദ സ്യൂട്ടബിൾ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആർ സെലക്ടഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൊഡക്റ്റ് ത്രൂ ഔട്ട് ദ മാർക്കറ്റ്. At this point, product enters into the introduction of the stages of its life cycle. അപ്പോൾ ഈ കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റർ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും സ്റ്റേജസിലൂടെ പോയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു ന്യൂ പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു സ്റ്റേജോട് കൂടി ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ തുടങ്ങാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു പുതിയ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.